ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ടാണ്. ഞണ്ടിൻ്റെ കാലാണ് ഈ കാണുന്നത് കേട്ടോ. ഞണ്ട് ഗ്രില്ല് ചെയ്യുക എന്നുള്ള നമ്മൾ പരിപാടി. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തതിൻ്റെ കാലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചിരുന്നത്. ഇതിനുള്ളിലത്തെ ഇറച്ചി കണ്ടോ, അസാധ്യ ഇറച്ചി കേട്ടോ. നല്ല ലെയറായിട്ട് കിടക്കുന്ന ഇറച്ചികളാണ്. ടേസ്റ്റ് നോക്കട്ടെ. ഓഫ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കടൽ ഞണ്ടല്ല കേട്ടോ, പുഴ ഞണ്ടാണ്. നമുക്ക് പുഴയിൽ നിന്ന് പുറക്കാട്ടൊരു പുഴയിൽ നിന്ന് നമുക്ക് ഒരാൾ കൊണ്ടുവന്ന അവർ നമുക്ക് തന്നതാണ്. പൈസ കൊടുത്തിട്ടാണ്, ഫ്രീ ഒന്നല്ല. അപ്പോൾ നമ്മൾ പൈസയൊക്കെ മേടിച്ചു. അപ്പം 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല, 2 ദിവസം നമ്മൾ വളർത്തിയ ഞണ്ടാണ്. 2 ദിവസം വളർത്തി അതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഞണ്ടിൻ്റെ വലിപ്പം കണ്ടോ, അടിപൊളി സൈസ് കേട്ടോ. ഒന്ന് വലിപ്പം എടുത്തുകൊണ്ടിരുന്ന കണ്ടിട്ട് ജീവൻ, ഇപ്പോഴും ജീവൻ പോയിട്ടില്ല. ഞങ്ങൾ 2 ദിവസം വളർത്തിയിട്ട് പിന്നാണ് നമ്മളിതിനെ കൊന്നത്. ഏകദേശം ഒരു ഞണ്ട് തന്നെ ഒരു 1/2 കിലോൻ്റെ മേലെ സൈസ് വരുന്നുണ്ട്. ഇത് നമ്മളിതിങ്ങനെ പാത്രത്തിലേക്കിട്ട് ടോപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് കൊന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലെടുത്ത് വൈഫ് ക്ലീൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിന് ജീവൻ ഉണ്ടാവുമോ, ഇത് കടിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എവിടെ ജീവനൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യില്ല. സംഗതി ഞാനൊരു ഊഹത്ത് പറഞ്ഞാൽ അതൊക്കെ കിട്ടിയാൽ ഞാൻ പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടോ അവരിനോട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ലപോലെ വൃത്തി ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ പുറത്തെ തൊലി പൊളിക്കാണ്ടില്ലേ, പൊളിച്ചിട്ട് അതിനുള്ളിൽ നല്ലപോലെ ക്ലീൻ ചെയ്യാണ്ട്. അതിനുള്ളിൽ കുറച്ച് ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ എന്തെങ്കിലും വേറെ പണി കിട്ടും വയറൊക്കെ. പിന്നെ ഇതെല്ലാം ഞണ്ടും ഇറുക്കുന്ന കാലൊക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവന്നത്. കാരണം ജീവനോടുള്ള സാധനമുണ്ട്. അല്ലെങ്കിൽ ഓടി നടക്കുന്നുണ്ട്. കാല് കെട്ടിയിട്ടുണ്ട്, ഓടി നടക്കുന്നുണ്ട്. കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടി തന്നവർ. അങ്ങനെ ഇത് കുറച്ച് ഞണ്ടുണ്ട്, ഒരു 5-6 ഞണ്ടുണ്ട്. അതിന് വൈഫ് ക്ലീൻ ചെയ്യാണ്. ഒരു 4-5 ചെറിയ ഞണ്ടും ഒരു വലിയ ഉണ്ട്. ഇതാണ് കൂട്ടത്തിലെ വലിയ, ഒരു 1/2 കിലോൻ്റെ മേലുള്ള സൈസാണിത്. അതിൻ്റെ 2 കാല് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലിൻ്റെ കെട്ട് മൂപ്പര് അഴിച്ചിട്ട് കണ്ടോ, എഡ്ജിൽ മൂപ്പര് അഴിച്ചിട്ടുണ്ട്. ലേശം കൂടി അഴിയാനുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി. കാരണം ലാസ്റ്റ് മൂപ്പരെ പിടിച്ചാൽ കിട്ടില്ല, മൂപ്പര് ചിലപ്പം പോവും. അങ്ങനെ പൊളിക്കാൻ തന്നെ അത്യാവശ്യം ഉണ്ട്. ഇതൊക്കെ പൊളിച്ചതിൻ്റെ പുറംതൊലി ഉണ്ടല്ലോ, കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. കെട്ടൊക്കെ അതാ വൈഫ് കഴിച്ചിട്ട് വേണം നമുക്ക് ആ തൊലിയും കൊണ്ട് പൊളിച്ചെടുക്കാൻ. അതിൻ്റെ കാല് കണ്ടോ, കാലൊക്കെ തന്നെ അജാനബാഹു സാധനമാണ്. ജിമ്മിന് പോയിട്ട് നോക്കിയിരിക്കും. കൈയും കാലൊക്കെ അപാര സൈസ്, നല്ല മസിലുണ്ട്. ജിമ്മിനൊക്കെ പോയി സെറ്റായി വന്ന ഞണ്ടാണിത്. അപ്പോൾ ഇത് പൊളിച്ചെടുത്താൽ തന്നെ പൊളിക്കാൻ നല്ല ഉറപ്പുണ്ട് കേട്ടോ. നല്ല മസിൽ വേണം പൊളിക്കണമെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ഇതാ പുറത്തല്ല, ഇതൊക്കെ ഒഴിവാക്കി നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് ക്ലീൻ ചെയ്താലേ ഇത് ക്ലീൻ ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ വയറ്റിലൊക്കെ എത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ വയറ് കംപ്ലൈൻറ്റൊക്കെ വരും. വീട്ടിൽ ഇതറിയാത്തവർ നല്ലപോലെ ക്ലീൻ ചെയ്താൽ മതി. എപ്പോഴും കുറേ ആൾക്കാർക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞണ്ട് കിട്ടി എന്ത് ചെയ്യണമെന്ന് വരെ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആക്കാം. മസാലയ്ക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ കുറച്ച് പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ഫസ്റ്റ് കുറച്ച് ഇഞ്ചി ഇട്ടുണ്ട്, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില ഇട്ട്, പിന്നെ കുരുമുളക് ഒരു 1.5 ചെറിയ സ്പൂൺ കേട്ടോ, 1.5 സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലേശം ഉപ്പ് ഓരോരുത്തർ ഏകദേശം അളവിന് ഇട്ടാൽ മതി. കൂടുതലായാൽ ഒരു വസ്തുവിന് ഇത് പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നോക്കിയിട്ട് തന്നെ ഉപ്പിട്ടാൽ മതി. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നൊന്നുമില്ല, നോക്കിയിട്ട് ഇട്ടാൽ മതി എല്ലാവരും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം എന്തെങ്കിലും പോയിസനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മഞ്ഞൾപ്പൊടി ഇതിൽ പ്രവർത്തിക്കും. അപ്പം പിന്നെ കളറും കാര്യങ്ങളും വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരുവിധം പോയിസനൊക്കെ പോകുന്നതാണ് പറയാറ്. പിന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ 2 പീസാക്കിയിട്ട് അതിൽ നീര് മാത്രം ഇതിലേക്ക് പിഴിഞ്ഞെടുക്കണം.
നല്ലപോലെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. അതിലത്തെ കുരുവൊക്കെ ഒഴിവാക്കണ്ട. കുരുവിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിക്കത്. അപ്പം കുരുവൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ലപോലെ അത് പിഴിയാം. പിന്നെ ഒരു 2-3 പച്ചമുളക് എടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിടുക. പിന്നെ നമുക്ക് വേണ്ടത് ലേശം മല്ലിയില ലേശം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മളെന്താക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്ന് നമുക്കൊരു ചമ്മന്തിൻ്റെ കൂട്ടുണ്ടാകുന്ന സൈസ് പോലെ ഒരു മസാല കൂട്ടാക്കി എടുക്കുക. ആ കൂട്ടാക്കി എടുത്തത് ഏകദേശം ഒരു 2-3 പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കൊന്നും ആവശ്യമില്ല. ഏകദേശം മസാല സെറ്റായിട്ടുണ്ട്. ആ മസാല നമ്മൾ ക്ലീനാക്കി വെച്ച നെണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഏകദേശം ഓരോ നെണ്ടെടുക്കുക. അതിൻ്റെ ഉൾഭാഗത്ത് നല്ലപോലെ മസാല പുരട്ടണം കേട്ടോ. അതിന് ഉൾഭാഗത്തെ മസാല നമുക്ക് അതിലേക്ക് പോകുള്ളൂ. പുറത്ത് പറ്റിയത് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ആ മസാല പോയിപ്പോവും. അപ്പോൾ ഉള്ളിൽ നല്ല ഫില്ല് ചെയ്തിട്ട് മസാല തിക്കി കയറ്റിയാൽ എല്ലാ ഭാഗത്തേക്കും. പിന്നെ കാലിൻ്റെ ഭാഗം പുറത്തൊക്കെ നല്ലപോലെ പരട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ പരട്ടി കൊടുത്തിട്ട് വലിയ നെണ്ട് ഇവനെ നല്ലപോലെ ഫില്ലൊക്കെ കിട്ടും. നല്ല ഉള്ളിലേക്കൊക്കെ നല്ലപോലെ കുത്തി മസാല ഉറക്കുന്നുണ്ട്. കാരണം കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് മസാല അങ്ങോട്ടൊന്നും എത്തൂല, എരിവുകളൊന്നും എത്തൂല. അവൻ്റെ കൈക്കും പുറത്തൊക്കെ അവന് മസാല പരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റിന് വെക്കണം. പുറത്ത് റെസ്റ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല സെറ്റാവില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഇത് നേരെ ഫ്രിഡ്ജിലേക്കാണ് നമ്മളിത് കൊണ്ടുപോകാൻ പോകുന്നത്. ഈ മസാല ഏകദേശം പിടിപ്പിച്ച് കയറായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് മസാല പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മസാല ഒന്ന് സെറ്റായിട്ട് പിടിക്കും. സെറ്റായി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊളി. ഇനി നല്ലപോലെ ഉള്ളോട്ടേക്കൊന്ന് കയറി ചെല്ലും മസാല. അപ്പോൾ നമുക്കിത് മസാലയൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് തീയിടാണ്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചാർക്കോളൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് ചിരട്ടുണ്ട്. ചിരട്ട നമ്മൾ കത്തിച്ചിട്ട് അതിൻ്റെ കണലാക്കിയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് ഏകദേശം തീ കത്തുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചാലോ അഭിപ്രായത്തിൽ ഒന്ന് ചൂട് പിടിക്കുക. ഞാനൊന്ന് വെറുതെ വാമപ്പ് ചെയ്താട്ടെ, എൻ്റെ ബോഡി ഒന്ന് ചൂടാക്കട്ടെ. ഞാനല്ലേ ഗ്രില്ല് ചെയ്യുന്നത്, ഞാനല്ലേ മെയിൻ ആൾ. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി ഡ്യൂ വേണമെന്നാണ് മേടിച്ചാൽ. ഇതിൻ്റെ കൂടെ കുടിക്കാനുള്ള ഡ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുന്നേ ബോസുകൾ അത് സൈസ് ആക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഴൻ്റെ ഇല, അടുത്ത വീട്ടിൽ നിന്നാണ് നമ്മൾ വാഴൻ്റെ ഇല പറിക്കാൻ പോണേ. രാത്രി കള്ളനല്ല കേട്ടോ, ഇനി കള്ളാന്ന് വിളിച്ചാലും കൂകണ്ട. ഒരു വാഴൻ്റെ ഇല കട്ട് ചെയ്യുന്നുള്ളൂ. അവരോട് ആദ്യം പറയലുണ്ട്. അപ്പം പ്രശ്നമൊന്നുമില്ല വാഴൻ്റെ ഇല പറിക്കുന്നതിനൊന്നും. അപ്പോൾ ഈ വാഴൻ്റെ ഇല പറിക്കുന്നത് എന്തിനാ അറിയോ, നമ്മളാ വലിയ നെണ്ട് സെറ്റ് ചെയ്തൊന്ന് കാണാം കേട്ടോ. കാണാൻ ഷോക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് പ്ലേറ്റിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ഞണ്ട് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഞണ്ടായിരുന്നു. ആ ഞണ്ട് എടുത്ത് നമുക്ക് ഇനി ഗ്രില്ലിങ്ങിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ഏകദേശം കണലൊക്കെ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു ഗ്രില്ലാട്ടോ. അപ്പം ചെറിയൊരു ഗ്രില്ലാണ്. അപ്പം അതിലേക്ക് വെക്കാം. വലിയ ഒരു നമ്മൾ ഞണ്ടുണ്ടല്ലോ, ആ ഒരൊറ്റൊന്ന് ഫസ്റ്റ് ട്രിപ്പ് കൊള്ളുള്ളൂ. ചെറുതൊക്കെ നമുക്ക് അതിൽ 3-2 ഒക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റത്തെ വലിയ നെണ്ടിൻ്റെ അടുത്ത് വെച്ചാലോ. അപ്പം ഹൈലസ വലിയ നെണ്ട് വരട്ടെ അങ്ങോട്ട്. പക്ഷേ വെച്ചപ്പോൾ തെറ്റി, ചെറിയ നെണ്ട് ചാടി മുന്നിൽ. ബോസ് ഈ പുറത്തേക്ക് പോകും. ഫസ്റ്റ് വലിയ ആളും മൂത്തോര് വരട്ടെ. വലിയ നെണ്ട് ഇവൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലിയാ. ഒരു രക്ഷയിലോട്ടോ, കണ്ടാൽ തന്നെ ബോധ്യമാവും. പച്ച കളർ ഉള്ളിലൊക്കെ കണ്ടല്ലോ. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ല മസാല കേട്ടോ. അടിപൊളിയാക്കി നല്ല ഫില്ല് ചെയ്ത് മസാല വെച്ചിരിക്കുന്നു. അപ്പം ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിലായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണം. കുക്ക് ചെയ്യല്ല, ഒരു സൈഡ് അങ്ങനെ മറിച്ച് സൈസ് ആക്കണം. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. 5 മിനിറ്റ് പുറന്ന് ചൂടായിട്ട് നമുക്ക് മാറ്റി വെക്കണം. മറിച്ചിടാനൊക്കെ ചെയ്യണം. കാലൊക്കെ ഉണ്ടോ, വേറെ കാലിൻ്റെ ഇറുക്കുണ്ടോ, കൈയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ എല്ല് ഉറപ്പായിട്ടും പൊട്ടും.
പിന്നെ ഇവിടെയും മറ്റുള്ളയും വകപ്പെടുന്നു ഭരതനാട്യം കളിക്കുക, പല കളികൾ കളിക്കുക ഇവിടുന്ന് ഈറ്റുകൾ 2 കൂടിയാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണലൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചിരട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. കുറച്ച് ചിരട്ടിട്ട് നല്ലപോലെ കത്തിച്ച് കണലാക്കിയതാണ്. അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 പ്രാവശ്യം ഇട്ടാലാണ് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം നമുക്കത് കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇട്ട് സെറ്റാക്കാൻ. അപ്പോൾ നമ്മളിത് സെറ്റാക്കുക. ഫസ്റ്റ് ഒരു സൈഡ് തന്നെ നല്ലപോലെ ഒന്ന് കുറച്ച് വെന്താലേ മസാല അവിടെ നിൽക്കുള്ളൂ. ഞങ്ങൾ മറിച്ചിടുമ്പോഴത്തേക്ക് മസാല താഴത്തേക്ക് വീണ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത പണി വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഫസ്റ്റത്തെ ബാക്ക് സൈഡ് അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് ചൂടാവട്ടെ. ചൂടായാൽ നമുക്കത് മെല്ലെ മറിച്ചിടുന്ന പണി നോക്കണം. അപ്പം നമുക്കത് മെല്ലെ ഒന്ന് മറിച്ചിടാനുള്ള പണി നോക്കിയാലോ. ഗ്രില്ലൊന്നും കിട്ടുന്നില്ല സാധനം. അതിനുള്ള കാലോടെ കുടുങ്ങിപ്പോയിട്ട് ജാമായിട്ടേ ഒന്നുകൂടി തിരിച്ചിട്ട് കിട്ടുമോ. തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും കാണല്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂടൊന്ന് റെഡി ആക്കിട്ടെ. കാലൊക്കെ ഒന്ന് വേവണമല്ലോ, ഇല്ലെങ്കിൽ വലിയ തടിയുള്ള കാലല്ലേ, അപ്പോൾ അത് വെന്ത് കിട്ടൂല. അതിന് അത്യാവശ്യം ചൂടിട്ടാലേ അതും വേവുള്ളൂ. മറ്റേത് അത് വേവേണ്ടായിപ്പോൾ. അങ്ങനെ നമുക്കിനി ഇത് എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിടാം. മസാല ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ മറിച്ചിട്ടിട്ട് ഉൾഭാഗം ഒന്ന് ഗ്രില്ല് ചെയ്യാം. അപ്പം മറിച്ചിട്ട് കേട്ടോ. മറിച്ചിട്ടിക്കണ്. ഇതിൽ മസാല മറിച്ചിട്ടുമ്പോൾ കുറച്ച് താഴത്തേക്ക് പോകും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് കണക്കായിട്ട് നമ്മൾ മസാല വരട്ടിയത്. പോയാലും കുറച്ച് അതിൻ്റെ മേലെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നല്ല വാരി പിടിച്ചിട്ടൊന്നുമില്ല, ഉള്ളിലേക്ക് നല്ല ഫില്ലാക്കി നിറച്ചിട്ടാണ്. ഏകദേശം നല്ല പോലെ വെച്ചിട്ടുണ്ട്. കാലൊക്കെ സെറ്റാക്കി വെച്ചെടുക്കട്ടെ. അപ്പോൾ കാണാനൊരു ഭംഗിയില്ലേ, എന്നാലേ നമുക്ക് തിന്നാനൊരു സുരസം ഉണ്ടാവുള്ളൂ. നമ്മളെ കാഴ്ചയിലെ ഭംഗിയാണ് നമുക്ക് തിന്നാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കാഴ്ചയിൽ അലമ്പ് ലുക്ക് ഉണ്ടാവും. അപ്പം ഇതൊരു രസം ഉണ്ടാവില്ല. നമ്മൾ ആദ്യമേ മനസ്സിൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അത് ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളെ സ്മെല്ലും നമ്മളെ കാഴ്ചയാണ് നമ്മുടെ ടേസ്റ്റിനെ കാര്യമായി ബാധിക്കുന്ന 2 ഘടകം. അപ്പോൾ ഏകദേശം നമ്മളെ കണലൊക്കെ ആവുന്നുണ്ട്, ഓസ് സെറ്റാവുന്നുണ്ട്, ചെറിയ സ്മെല്ലൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ആവട്ടെ. അത്യാവശ്യം നല്ലപോലെ വെന്താലേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ പച്ച ആകുമ്പോൾ ചിലപ്പം വയറിന് പിടിക്കാണ്ടാവും. പിറ്റേന്ന് വയറ് വേദനയൊക്കെ വരും, മക്കളൊക്കെ ഉള്ളതല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 2-3 വട്ടം തിരിച്ചും മറിച്ചു വിടണം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ചില ഭാഗങ്ങൾ ഏതെങ്കിലും വേവാത്ത ഉണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലത്തെ നെയ്യാട്ടോ. ഈ നെയ്യും മസാലയും കൂടി മിക്സായ എൻ്റെ അളിയാ, ഒരു ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റ് കേട്ടോ ആയിരിക്കും ഈ മസാല. ആ നെയ്യ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നെയ്യുണ്ടോ, അതും കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ. പറയുമ്പോൾ തന്നെ നാവിൽ പകുതി വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 3-4 പ്രാവശ്യം മറിച്ചിടണം. മറിച്ചിട്ടാൽ മാത്രമേ സെറ്റാവുള്ളൂ. കാരണം വേവാണ്ടായി പോരുതല്ലോ. ഇതിൻ്റെ വലിയ 2 കാല് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ചെറുതൊക്കെ നമ്മൾ ഇട്ടാളണം കേട്ടോ. അതും കൂടി വലിച്ചു വാരി ആരും ഗ്രില്ല് ചെയ്യുമ്പോൾ തിന്നാൻ നിൽക്കണ്ട. ആ വലിയ 2 കിറുക്കുന്ന കാല് മാത്രമേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ വേസ്റ്റാണ്, അതിനുള്ളിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താലോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലേറ്റാണ്, കണ്ടല്ലോ എൻ്റെ വലിപ്പം. പ്ലേറ്റ് ഫുള്ളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വാഴൻ്റെ ഇല മേടിച്ചിട്ട് എന്തിനറിയാം, കണ്ടല്ലോ ഈ ഞണ്ടിൻ്റെ അടിയിൽ വാഴൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് അതിൽ വെച്ചൊരു കാണാനൊരു ഗുമ്മ കിട്ടും. ഗുമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവർ കണ്ട് നോക്കിക്കുന്നത് ഇതുവരെ ഇന്നെ ബഹുമാനിച്ചോണ്ടൊന്നല്ല, ഈ ഞണ്ടിന് നല്ല ഉറപ്പായിട്ടാണ്. ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപാടി ഈസിയാവും.
ഇതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി കണ്ടോ, നല്ല ഇറച്ചിയാണ്, അടിപൊളിയായിട്ട് കിടക്കണം കേട്ടോ. നല്ല സെറ്റാണ്. മസാല ഉണ്ടല്ലോ, ചെറിയ മസാല ഉണ്ട്, നല്ല ഓവർ മസാല എത്തുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞണ്ടിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ നമുക്ക്. കാരണം നല്ല ഫ്രഷ് നെണ്ടും കൂടി വേണ്ടേ, ഒന്നും പറയില്ല. സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ സെറ്റ് സാധനം, ഒരു രക്ഷയില്ല. പിന്നെ ഇറച്ചി എടുത്തവർക്കും കാത്തിക്കുക, രണ്ടെണ്ണം അപ്പുറം ഇപ്പുറമൊക്കെ കണ്ടല്ലോ. ഇത് ഈ ഫസ്റ്റത്തെ കൊടുക്കലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ നെണ്ടും ഇതൊന്നും ഞാൻ കാണൂല. അതുപോലെ പിന്നെ ക്യാമറാമാൻ ഇതാ ഒരു പിടി കൊടുത്തല്ലേ മൂപ്പല്ലി, ഓൻ്റെ നുണയും കൂടി ഉണ്ടാവില്ല, ഓനും കൊടുത്ത്. പിന്നെ വൈഫ് ബാക്കിലാട്ടോ, പണിയിലാണ്. അപ്പോൾ ഓക്കും കൂടി കൊണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് തിന്നലാണ് നമ്മൾ സാറിന്. നമ്മളിങ്ങനെ കഴിക്കുക, എന്ത് കിട്ടിയാലും എല്ലാവരും കൂടി കൈയിട്ട് ഷെയറാക്കി തിന്നു ചെയ്യുക. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ. കാരണം ഓരോ പ്ലേറ്റിൽ എല്ലാവർക്കും എൻ്റെ ഷെയർ അങ്ങനെ കൊടുക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അങ്ങനത്തെ സാധനമൊക്കെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അത് നമ്മൾ എന്ത് കൊണ്ടുവന്ന കാര്യമില്ല, അത് നമ്മൾ വീട്ടിലത്തെ ഐക്യമായിരിക്കും. പിന്നെ കാലുണ്ടല്ലോ, 2 ബടാ കാലുണ്ട്. ഇത് പൊട്ടിച്ച് നമുക്ക് തിന്നാനുള്ള പണി നോക്കണം. പൊട്ടിച്ചാടണം ഒന്ന് ആവശ്യം എടുത്തുണ്ട്. 30 നുണച്ചേട്ടോ, ഇതിൽ നുണച്ച് മെയിൻ ആളാണ് നെണ്ടിൻ്റെ ഒക്കെ. ആ പൊട്ടിച്ചാടനുള്ള കഷ്ണം ഞാൻ കടിച്ചിട്ടുണ്ട്. ബാക്കി കൈ കൊണ്ടും പല്ലുകൊണ്ടൊന്നും ട്രൈ ചെയ്താൽ കിട്ടൂല. അപ്പോൾ നമുക്ക് ആ നെണ്ടിന് എന്ത് ചെയ്യാം, കണ്ടോ, ഇത് ലെയറാണ് കേട്ടോ നെണ്ടിൻ്റെ, വലിയ നെണ്ടാണ്ട് ലെയറായിട്ട് ഇങ്ങനെ കിട്ടേണ്ട ഈ ഇറച്ചിയെ കറക്റ്റ് ലെയറിൽ. അപ്പോൾ നമുക്ക് നെണ്ടിൻ്റെ കാല് പൊട്ടിച്ചിട്ട് ഇനി ഇത് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കാൻ കൈ കൊണ്ടൊന്നും കഴിയൂല. അപ്പോൾ നമ്മൾ ടൂൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളിയൊക്കെ ചതുക്കുന്ന സാധനം കേട്ടോ, ഇഞ്ചിയൊക്കെ ചതുക്കുന്ന. അതുകൊണ്ട് 1 2 3 കുത്തോണ്ടൊന്നും പൊട്ടില്ല കേട്ടോ. 5ാമത്തെ കുത്തില പൊട്ടിയത്. ഉള്ളു കണ്ടോ, ഫുള്ള് നിറച്ച് കാമ്പ. ഒരു രക്ഷയില്ല സാധനം കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ഫീലാണ്. ഇതിൻ്റെ ഇറച്ചി ഉണ്ടോ നിങ്ങൾ, ഉള്ളിലത്തെ നല്ല ഫില്ലായിട്ട് ഇറച്ചി നിൽക്കുക. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ടേസ്റ്റ് ഒരു രക്ഷ, നല്ല നെണ്ടിൻ്റെ ടേസ്റ്റ്. നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കണ്ടല്ലോ, പൊരിച്ചിട്ടൊക്കെ. ശരിക്കും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇത് ഇങ്ങനത്തെ നെണ്ടൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കണം, ഗ്രില്ല് ചെയ്തിട്ട്. ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇത് ഞാൻ പൊട്ടിങ്ങലേക്ക് ഇത്ര പെട്ടെന്ന് ഞാൻ കഴിച്ചാണ്. ഇത് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇത് കൈമൊന്നും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ച വകയിലൊരു കഷ്ണം ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. വേറെ ഒന്നും എനിക്കിത് കൂടുതൽ കിട്ടുന്നില്ല. പൊട്ടിച്ച വകയിലുള്ള ഫസ്റ്റത്തെ ഒരു കഷ്ണം, ബാക്കി ആശാന്മാർ കൊണ്ടുപോവുക. അങ്ങനെ ഏകദേശം പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് അവസാനം നമ്മളെ നെണ്ടിൻ്റെ അവസ്ഥ കണ്ടോ, ആ പ്ലേറ്റിൽ എല്ലാം തോലിയേക്കണം. അപ്പം ഇഷ്ടപ്പെട്ടവർ കമൻറ്റൊക്കെ ചെയ്യുക നമ്മളെ വീഡിയോക്ക്, ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ പറ്റിയുള്ള കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.